ഹലോ നമസ്കാരം, എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. വീട് കണ്ട് ഞെട്ടേണ്ട ആ കലങ്കോലായിട്ട് കിടക്കുകയാണ്. ഇന്നിപ്പോൾ ഒരു ഓഫ് കിട്ടിയതാണ്. ഫുള്ള് ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ. അത് മാത്രമല്ല നമുക്കിന്നൊരു ഗസ്റ്റും ഉണ്ട്. ഗസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, ശരിക്കും കൂടപ്പിറപ്പിനെ പോലെയാണ് കേട്ടോ. ക്ലീനിങ്ങിൻ്റെ ഇടയിൽ ഞാൻ വിട്ടുപോയൊരു സാധനം കണ്ടിരുന്നു കേട്ടോ. ഞാനത് അൺബോക്സിങ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതായിരുന്നു. ദിനാർക്ക് നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താണെന്ന് കാണിക്കാൻ, നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടി സമയം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ കട്ട സമ്മറാണ് കേട്ടോ. സമ്മറായി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ല, വീടിൻ്റെ ഉള്ളിലും നിൽക്കാൻ പറ്റില്ല, പുറത്തും നിൽക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരിക്കും കേട്ടോ. ഈ പെറുക്കിയെടുക്കുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ, വാട്ടർ ബോട്ടിലാണ്. ഇവിടെ പുറത്തുനിന്നാണ് വെള്ളം വാങ്ങിക്കാറ്, അതുകൊണ്ടാണ് അത്രയും ബോട്ടിൽ ഇവിടെ കിടക്കുന്നത്. ഡസ്റ്റ്ബിന്ന് നോക്കിയാൽ അറിയാം, അത് നിറയെ ബോട്ടിലായിരിക്കും. ഈ ഒരു മിററിൻ്റെ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഏരിയ ആണ് കേട്ടോ. അവിടെ ഞാൻ കുറച്ച് ലേറ്റൊക്കെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ എനിക്ക് അതിന് ടൈം കിട്ടിയില്ല. റൂമിൽ അത്യാവശ്യം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഹാളിലോട്ട് ഇറങ്ങി കേട്ടോ. ആ ഭാഗത്തൊന്നുമില്ലാത്ത പോലെ നിൽക്കുമ്പോൾ എന്തോ പോലെ. അതുകൊണ്ട് മണി പ്ലാന്റിൻ്റെ ഒരു തൈ എടുത്തിട്ട് ഞാൻ ആ കുപ്പിയിലിട്ട് വെച്ചു കേട്ടോ. അല്ലാതെ കുറേ ചെടികളുണ്ട്, അതൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ വെയിലായതുകൊണ്ട് പെട്ടെന്ന് വാടി പോവുകയാണ്, അതുകൊണ്ട് വെള്ളം നിറച്ച് കിച്ചൻ്റെ ഭാഗത്ത് വയ്ക്കും. ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടൈം പോകുന്ന അറിയില്ല കേട്ടോ. അവരിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അരമണിക്കൂറിൻ്റെ ഉള്ളിൽ എത്തും. അതിൻ്റെ മുന്നായിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ എന്താ ഉള്ളത് നോക്കിയപ്പോഴാണ് ഈ മാങ്ങയുടെ പൾപ്പ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമുക്കൊരു ഷേക്ക് അടിക്കാം കേട്ടോ. ഷേക്ക് റെഡി ആയതും അവരെത്തി കേട്ടോ. ഇതാണ് നമ്മുടെ അമ്മു. ഇതെൻ്റെ ഹസ്ബൻഡാണ്. പുള്ളി എൻ്റെ ക്യാമറേൻ്റെ മുന്നിൽ ഭയങ്കര ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് മുഖം പൊത്തി നടക്കുന്നു. അമ്മ നമുക്ക് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന ബിരിയാണിയാണ് കേട്ടോ. ഇത് ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങി സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്. പെട്രോൾ ഇന്ന് അമ്മുവാണ് പെട്രോൾ അടിച്ചത്. ഇവിടെ നമ്മൾ പെട്രോൾ പമ്പിൽ ആരും ഉണ്ടാവില്ല, നമ്മൾ സ്വന്തം വേണം കേട്ടോ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട്. പെട്രോൾ അടിച്ച് കഴിഞ്ഞപ്പോൾ അമ്മൂൻ്റെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷമൊക്കെ കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ടെസ്കോ എക്സ്ട്രയിലാണ് കേട്ടോ പോയത്. അവിടുന്ന് കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അമ്മു ആണ് കേട്ടോ നമുക്കിവിടെ കാര്യമായിട്ട് വരാറുള്ള ഗസ്റ്റ്. അമ്മൂനെ ഇവിടെ ഓഫ് ഉണ്ടാകുമ്പോൾ 2-3 ദിവസത്തിനൊക്കെ ഇവിടെ വന്ന് നിൽക്കും കേട്ടോ. പറയാമോ ഇതെന്താണോ? അത് ഇൻവോയ്സ് സെന്റ് ബൂസ്റ്റർ ആണ്. കുരുകുരു പോലെ ഉണ്ടാവും. എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും 11:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി വീട്ടിലെത്തിയിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ടയേർഡായിരുന്നു കേട്ടോ. ഈ സോഫയിൽ സുഖിച്ച് കിടക്കുന്ന ആളാണ് ദിനാർക്ക്, ഇവിടുത്തെ സ്വന്തം ആളാണ് കേട്ടോ. അമ്മ ആരും കാണാതെ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഈ വീഡിയോ എടുത്ത് നോക്കുമ്പോഴാണ് അത് കാണുന്നത്. എല്ലാവരും കൂടി കഴിഞ്ഞാൽ നല്ല രസമാണ്. ദിനാർക്ക് നാട്ടിൽ നിന്ന് വന്നപ്പോൾ എനിക്കും അമ്മൂനും കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൂടെ ഞങ്ങൾ എടുത്ത് നോക്കുമായിരുന്നു. ഇത്രയും പേരുണ്ടെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ക്യാമറയുടെ മുന്നിൽ വരാൻ നല്ല മടിയാണ് കേട്ടോ. ബാക്കിൽ നിന്നിട്ടാണ് ഈ ദിനാർക്ക് കാണിക്കണത് മൊത്തം. ഇതാണ് അഫ്രീദ്, ദിനാർക്കൻ്റെ കസിനാണ് കേട്ടോ. ദിനാർക്ക് കിട്ടുന്ന നോക്ക്, കാരണം ഞങ്ങൾക്ക് ഇത്രയും സാധനം കൊണ്ടു തന്ന ആളാണ്. ഇങ്ങോട്ടൊന്ന് തിരിയെ, ഒരു മിനിറ്റ്. മൂന്ന് പേരും വട്ടത്തിലിരുന്ന് കൊണ്ടുവന്ന സാധനങ്ങളുടെ ലിസ്റ്റ് എടുക്കുവാണ് കേട്ടോ.
4 ഷെയ്ഡ് ലിപ്സ്റ്റിക്കും അതുപോലെ ലിപ് ലൈനറിൻ്റെ ഒരു സെറ്റും പിന്നെ കുറച്ച് ക്രീം, ലോഷന്, ഫൗണ്ടേഷൻ അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ 2 സെറ്റ് ഡ്രസ്സും തന്നിട്ടുണ്ടായിരുന്നേ. മുഖം കാണിക്കരുത് എന്ന് പറഞ്ഞ് മുഖം പൊത്തി നടന്നിരുന്ന ആളുടെ മുഖം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പുള്ളി നല്ല ക്ലീനിങ് പരിപാടിയിലാണ്. ഒരു ചായയൊക്കെ കുടിച്ച് എല്ലാവരും സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും കൂടി കഴിഞ്ഞാൽ നല്ല രസമാണ്. ശരിക്കും ഒരു ഫാമിലി പോലെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ, സീ യു.